അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരള മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും പിഴച്ച വിഭാഗക്കാരായ മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത പിഴച്ച വിഭാഗക്കാരായ കുരുവട്ടുകുരികളെക്കുറിച്ചും അവരുടെ ആദർശ അധപ്പതനത്തെക്കുറിച്ചും അവരെ നയിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഷെയ്ഖായ കോമാട്ടുചാലിൽ അബ്ദുള്ള എന്ന കുരുവട്ടൂർ ഹാഫിദിനെ കുറിച്ചുമാണ് കഴിഞ്ഞ 3 വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കുരുവട്ടൂർ ഹാഫിദ് വളർത്തിയെടുത്ത അല്ലെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് പോറ്റി വളർത്തുന്ന കുറച്ച് കുട്ടി പുരോഹിതന്മാർ അവർ കേരള മണ്ണിൽ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ചില ആശയങ്ങളെക്കുറിച്ചാണ്. ഇവർ മശായിഖന്മാർ എന്ന് വിളിക്കുന്ന ഈ കുരുവട്ടൂർ ഹാഫിദ് അടക്കമുള്ള ആളുകളുടെ മുന്നിൽ കാണിക്കേണ്ട അദബുകളെക്കുറിച്ചും അവരെ നോക്കിക്കാണേണ്ട രീതികളെക്കുറിച്ചും അവരോട് വെച്ചു പുലർത്തേണ്ട മര്യാദകളെക്കുറിച്ചും ഇടപഴകലിനെക്കുറിച്ചും ഇവർ നടത്തിയ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മളിന്ന് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ മിനിമം ബുദ്ധിയുള്ള ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും ഈ ജൂതചാരന്മാർ കേരള മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈമാനിനെ തകർത്ത് കളഞ്ഞുകൊണ്ട് എത്രത്തോളം അപകടകരമായ വാദത്തിലേക്കും വിശ്വാസത്തിലേക്കുമാണ് ഇവർ സാധാരണക്കാരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകും. നമ്മൾ പല വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ മശായിഖന്മാർ എന്ന് പറയുന്ന ഔലിയാക്കൾ എന്ന് പറയുന്ന വട്ടന്മാരും വട്ടില്ലാത്തവരുമായ ആളുകൾ, ഇവർ മശായിഖന്മാർ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ സ്ഥാനത്താണ് ഇവർ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. നബിമാർക്കും മുകളിലാണ്, അള്ളാഹുവിന്റെ കൂടെയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം മശായിഖന്മാർ ചെയ്യും. അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു അറിയുന്നത് പോലെ അറിയും. അള്ളാഹുവിന് എന്തൊക്കെ ഗുണവിശേഷണങ്ങളുണ്ടോ അതെല്ലാം മശായിഖന്മാർക്കുണ്ട് എന്നാണ് ഇവന്മാർ കാലം ഇത്രയും ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ ഈ കുരുവട്ടൂരികളുടെ മുഖ്യ വായാടിയായ നൗഷാദ് ഹസനി അവന്റെ ഒരു സംസാരത്തിന് തുടങ്ങാം. നമുക്ക് അവൻ പറയുന്നത് കേൾക്കുക. ഇത് നിങ്ങൾ ഏത് ഹലറത്തിൽ പോയി ചോദിച്ചാലും അവർ പറയും, പുറത്തു നിന്ന് നോക്കിയാൽ അത് മനസ്സിലാകൂല, അതവിടെ പോയി ഇരിക്കൂ, അവരുടെ പരിശുദ്ധമായ മുഖത്ത് നോക്കിയിട്ടിരിക്കൂ, അല്ലെങ്കിൽ അവരുള്ള സ്ഥലങ്ങളിൽ പോയി ഇരിക്കൂ. വിശാലമായ ആ വലിയ സ്നേഹം, അതിരുകളില്ല അതിന്. ആ സ്നേഹം അനുഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു തന്നെ നേരിട്ട് നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ മുമ്പിൽ വന്നതുപോലെ നമുക്കെന്തെത്തിയാലും നമ്മുടെ മുന്നിൽ അവർ വരികയാണ്. നമുക്കേത് കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ അറിയുന്നതിന് മുമ്പ് അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരികയാണ്. ഒരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹം ലോകത്ത് അവര് നമുക്ക് നൽകുകയാണ്. എപ്പോഴും തെറ്റുകൾ സംഭവിച്ചാൽ അവരെ റഹ്മത്ത് കൊണ്ട് അവർ പുറത്തു തരികയാണ്. അദബുകേടുകളെ അവർ മാഫാക്കുകയാണ്. അവര് നമ്മുടെ കാര്യങ്ങളിൽ നമ്മളിലേറെ ശ്രദ്ധ ചെലുത്തുകയാണ്. ആ മശായിഖന്മാരെ മുന്നിലുള്ള നമ്മുടെ ഇരുത്തവും നമ്മുടെ സുഹബത്തും അതിലേറെ രസകരമായ ഒരു സംഭവം ഭൂമി ലോകത്ത് ഇല്ലേ ഇല്ല. സുഹൃത്തുക്കളെ, ഇതാണ് ഇവന്മാരുടെ വാദം. മശായിഖന്മാരുടെ മുന്നിലാണ് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാം മശായിഖന്മാരാണ്. പിന്നെ അള്ളാഹു നമ്മളെ മുന്നിൽ വരുന്നത് പോലെയാണെന്ന് പറയണത്. മനസ്സിലായോ? അള്ളാഹു നമ്മളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ് മശായിഖന്മാരെ മുമ്പിൽ പോയിരുന്നാൽ. പിന്നെ എന്തിനാണ് അള്ളാന്റെ ഒരു കാര്യമില്ല ഇവർക്ക്. കാരണം അള്ളാഹിനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മശായിഖന്മാരോട് പറയാം. എന്തൊക്കെയാണോ നമുക്ക് ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നതൊക്കെ മശായിഖന്മാർ ചെയ്തു തരും. ഇവരുടെ മുന്നിൽ ഇവരുടെ വിശ്വാസത്തിൽ അള്ളാഹുവിന് യാതൊരു സ്ഥാനവുമില്ല. എല്ലാം മശായിഖന്മാര്. അതിന്റെ എല്ലാ പാപങ്ങളും മശായിഖന്മാരുടെ റഹ്മത്ത് കൊണ്ട് ഒരു പുറത്തു തരുന്നാറുണ്ട്. ആരോടോ പാപം പൊറുക്കല്? മശായിഖന്മാരാ പാപം പൊറുക്കല് തന്നെ. പാപം ചെയ്തു കഴിഞ്ഞാൽ ആരോടാണോ തൗബ ചെയ്യേണ്ടത്? അള്ളാഹുവിനോടാണെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവന്മാർ പ്രചരിപ്പിക്കുന്നതോ അത് മശായിഖന്മാരോട് പോയി പറയണം. മശായിഖന്മാരുടെ റഹ്മത്ത് കൊണ്ട് അവർ നിങ്ങളുടെ പാപം പുറത്തു തരും. നിങ്ങൾക്ക് പറയാനുള്ള മുഴുവനും കാര്യങ്ങളും മശായിഖന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. കാരണം മശായിഖന്മാരെ മുമ്പിൽ ഇരിക്കുക അള്ളാഹ് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ്. മനസ്സിലായോ? കഴിഞ്ഞില്ല. ഈ മശായിഖന്മാരെന്ന് പറഞ്ഞാൽ അള്ളാന്റെ സ്ഥാനത്താണ്. പച്ചക്ക് പറയാണ്. യാതൊരു ലജ്ജയുമില്ലാതെ, യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ പച്ചക്ക് പറയാണ്. ഈ പ്രബുദ്ധരായ ഉത്ബുദ്ധരായ കേരള മുസ്ലിങ്ങൾക്കിടയിലാണ് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. മശായിഖന്മാര് അള്ളാന്റെ സ്ഥാനത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവര് നമ്മളെ പോലെയല്ല. 1000 ജോലികൾ അവർക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ടാകും. ആ ജോലികളാണ് അവരോരോ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ വർഷിപ്പിക്കാൻ, അതുപോലെ തന്നെ ആളുകൾക്ക് ഓരോന്ന് നൽകുക, ഇതൊക്കെ അവരുടേതായ ഇടപെടലുകൾ അതിൽ ആവശ്യമാണെന്ന് ഹദീസിൽ തന്നെ പറഞ്ഞു. അവരതിന്റെ ജോലിയിലാകും. അതുകൊണ്ട് തന്നെ ആ ജോലിക്കിടയിൽ
നിന്റെ ഒരു പ്രയാസം പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നീ അവിടെ ചെന്നു നിന്നാൽ മതി. മാത്രമല്ല, ചിലപ്പോൾ നിന്റെ ഹൃദയത്തിന് തുമഇനീനത്ത് അടക്കം കിട്ടുന്ന രൂപത്തിൽ അവരിൽ നിന്ന് വലിയ കറാമത്തുകൾ സംഭവിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകും. ചിലപ്പോൾ നീ അവിടെ വന്നു നിന്നാൽ നീ ഒന്നും അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നീ വന്ന കാര്യം അവർ ഇങ്ങോട്ട് പറയും. എത്ര അനുഭവങ്ങളുണ്ട്, നമുക്ക് തന്നെ എത്ര അനുഭവങ്ങളുണ്ട്. മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ടവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട്. ഒന്നും പറയേണ്ടതില്ല. ആ ഹദറത്തിൽ ഇരുന്നാൽ അവർക്ക് മനസ്സിലായല്ലോ നീ എന്തിനാണ് വന്നത് എന്ന്. കാരണം നീ വരുന്നതിന് മുമ്പ് തന്നെ അവർക്കറിയാമല്ലോ നിന്റെ മനസ്സ്, നിന്റെ കൽബിന്റെ തേട്ടമറിയുന്നവരാണവർ. കുഫിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ. അവരെ സംബന്ധിച്ചിടത്തോളം ദേശങ്ങളോ അല്ലെങ്കിൽ നാടുകളോ രാജ്യങ്ങളോ ഇതൊന്നും നീ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മനസ്സിൽ കൊണ്ടുവരുമ്പോഴേക്ക് അതറിയുന്നവരാണല്ലോ അവർ. സൂക്ഷിക്കണേ അവിടെ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, മുന്തിക്കരുത്, ഒന്നിനെയും സംസാരത്തെയും മുന്തിക്കരുത്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവുമായി അവർ സംഭാഷണം നടത്തുന്ന സമയങ്ങളുണ്ട് അവർക്ക്. അള്ളാഹുവിൽ നിന്നായി അവർ സംസാരിക്കുന്ന സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലാണ് നീ അവരോട് എന്തെങ്കിലും ഒന്ന് മുന്തി പറഞ്ഞത് എങ്കിൽ അതെത്ര അപകടമാണ്. അങ്ങനെ പറയേണ്ടതില്ല അവരോട്. കാരണം എന്തുകൊണ്ട്? ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു സമീആണ്, അലീമാണ്. അള്ളാഹുവിന്റെ സ്ഥാനത്ത് വരുന്ന ഈ മശായിഖന്മാർ അള്ളാഹു അവർക്ക് പ്രത്യേകമായ കഴിവ് നൽകി. അള്ളാഹു അവരുടെ കൈയും കാലും കണ്ണും കൽബും നാവുമൊക്കെ ആയി മാറിയപ്പോൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഖുദ്റത്ത് അവരിലൂടെ വെളിവാകും എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലുള്ള തേട്ടം അവർ അറിഞ്ഞു കഴിഞ്ഞു. ഇന്നല്ലാഹ സമീഉൻ അലീം. നീ അവരോട് മുന്തി ചോദിക്കേണ്ട കാര്യമില്ല. നീ അവിടെ എത്തുമ്പോഴേക്ക് അവർ അറിഞ്ഞു എന്താണെന്ന്. പോകട്ടെ, നീ ഉള്ള സ്ഥലത്ത് നിന്ന് അവരെ ഒന്ന് വിചാരിച്ച് ആ ഉദ്ദേശമൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ അവർക്കറിയാമത്. കേട്ടല്ലോ സുഹൃത്തുക്കളെ, പച്ചക്ക് പറയാണ് അള്ളാഹുവിന്റെ സ്ഥാനത്തുള്ളവരാണ് മശായിഖന്മാർ. ആ മശായിഖന്മാരെ മുമ്പ് പോയി ഇങ്ങനെ ആവശ്യമില്ലാതെ ചിലക്കാൻ നിൽക്കണ്ട. കാരണം എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ കുഫി അകത്തുള്ള വസ്തുവിനെ പോലെ മശായിഖന്മാരിങ്ങനെ നോക്കിക്കാണും. അപ്പൊ അവര് കാരണം ആയിരക്കണക്കിന് ജോലികളുള്ള ആളുകളാണ് മശായിഖന്മാർ വാതിലടച്ചു കൂട്ടിയിട്ട്. എന്താ പണി? മഴ വർഷിപ്പിക്കണം, ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. ഇവിടെ മഴന്റെ ക്ഷാമമുള്ള സമയമുള്ള കേരളത്തില്. പോൽക്ക് എന്താ പണി എന്ന് അറിഞ്ഞൂടാ. എന്ത് ചരിച്ചിരിക്കണോ ഈ മശായിഖന്മാര്? ആ മഴ വർഷിപ്പിക്കണം, അപകടങ്ങൾ നിയന്ത്രിക്കണം, തിരമാലകൾ കടലിനെ നിയന്ത്രിക്കണം, ആകാശത്തുള്ള നക്ഷത്രങ്ങളും ഗോളങ്ങളും കൂട്ടിമുട്ടുമെന്ന് നോക്കണം, കപ്പലപകടം നിയന്ത്രിക്കണം, വിമാനാപകടം നിയന്ത്രിക്കണം. അങ്ങനെ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത. അതിന്റെ ഇടയിൽ ഇവിടെ കോഴിക്കോട്ടുള്ള മൈമീന്റെ മൂലക്കൂരി മാറ്റി കൊടുക്കണം, മറ്റുള്ള ഗർഭാശയത്തിലെ മുഴ നീക്കി കൊടുക്കണം. അങ്ങനെ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് പുള്ളിക്ക് ജോലികൾ ഇങ്ങനെ ശൂലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി ചെന്നിക്കാണ്ട് ശരിക്ക് എന്റെ മോളെ 3 മാസമായി കെട്ടിച്ചിട്ട് ഇപ്പോഴും പള്ളിയില്ല, കുളി എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കണ്ട് അവിടെ പോയി കണ്ട് ചൊരാൻ നിൽക്കണ്ടെന്നായി പറഞ്ഞത്. എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ ശൈഖറിയും. കാരണം അവർ അല്ലാഹുവിന്റെ സ്ഥാനത്താണ്. എല്ലാ കാര്യങ്ങളും, മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും അവരിങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് തെളിവോ ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അറിയുന്നവനാണ് എന്നുള്ള ആയത്താണ് മശായിഖന്മാർക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും അറിയുന്നതിന് ഈ ഹംക്ക് ദജ്ജാൽ ഓതുന്ന ആയത്ത്. പിന്നെ ഖുറാനുള്ള ആയത്ത് എന്താ തോന്നിയത് അതാണ് ഓതും. അതൊക്കെ മശായിഖന്മാരെ തലയിക്കാണ്ട് വെച്ചിട്ടും ഞാൻ പല പ്രാവശ്യം മുമ്പ് പറഞ്ഞതാണ്. ഇന്നല്ലാഹ സമീഉൻ അലീം. മശായിഖന്മാരെല്ലാം അറിയുന്നവരാണ്, എല്ലാം കേൾക്കുന്നവരാണ്. തെളിവായത്തുമായി കേട്ടില്ല നിങ്ങള്? മാത്രമല്ല മശായിഖന്മാർ ഫുൾ ടൈം അള്ളാഹാനായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിന്റെ അടി ഓലെ പോയി ശല്യപ്പെടുത്താൻ നിൽക്കണ്ട. വാതിലടച്ചിട്ടിരുന്നിട്ടേ വല്ല കഞ്ചാവും വലിച്ച് കയറ്റുണ്ട് അവിടെ നിന്ന് കിടന്ന് ഇങ്ങനെ പുറകു അറിയുണ്ടാവും. അപ്പൊ പുറത്ത് പറഞ്ഞു കൊടുക്കണം അള്ളാഹാനായിട്ട് ഷെയ്ഖ് ഇപ്പൊ അള്ളാഹാനായിട്ട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ശല്യപ്പെടുത്താൻ പോകണ്ട. പുറത്ത് ഖാദിം പറഞ്ഞു കൊടുക്കണം. വരുന്ന ഈ പിന്നെ കൗമുണ്ടല്ലോ, ഈ തലച്ചോറില്ലാത്ത കൗമിന് പറഞ്ഞു കൊടുക്കണം മഹാനവറുകൾ ഇപ്പോൾ അള്ളാഹുമായി മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, ഇപ്പോൾ ബിസിയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വാ, എന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഷെയ്ഖ് അറിഞ്ഞിട്ടുണ്ട്, ജുബൈക്കോ ഇവിടെ നിന്ന് ചൊറിയാൻ നിൽക്കണ്ട. മനസ്സിലായോ? വെറുതെ പറയല്ല. ഈ കഞ്ചാവ് അടിച്ച് ഇവിടെ ത്വരീക്കത്തിന്റെയും ഈ പല ശേഖന്മാരും കഞ്ചാവ് അടിച്ച് കയറ്റിലുണ്ട്, കള്ളുടിക്കലുണ്ട്, ഒക്കെ ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. ഒക്കെ സമയം ഇൻഷാ അല്ലാഹ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് മശായിഖന്മാർ അള്ളാന്റെ സ്ഥാനത്താണ്. എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും മശായിഖന്മാർ അറിയും. തെളിവ് ഇന്നല്ലാഹു സമീഉൻ അലീം. അപ്പൊ മശായിഖന്മാരുടെ അവസ്ഥയാണത്. ഇനി മശായിഖന്മാരുടെ ഭാര്യമാര്, ആ ഭാര്യമാരെ കുറിച്ച് പോലെ വാദം എന്താ അറിയോ? അത് അള്ളാന്റെ ഭാര്യമാരെന്ന് പറയാൻ വയ്യ വിളിക്കട്ടോ. കാരണം അള്ളാഹ്ക്ക് ഭാര്യമാരില്ലല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ജനബല ആട്ടി അടിച്ചോലോ. അപ്പൊ മശായിഖന്മാരുടെ ഭാര്യമാർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ പോലെയാണ്. അതാ വാദം. കേട്ടു നോക്കി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം മറന്നു പോകരുത്.
അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി എന്ന് പറയുന്നത്, റസൂൽ എന്ന് പറയുന്നത് അവരുടെ ശരീരങ്ങളെക്കാൾ അവർക്ക് ബന്ധപ്പെട്ടവരാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ ഉമ്മമാരാണ്. ഉമ്മ എന്ന പരിഗണനയിലാണ് അവരെ കാണേണ്ടത്. മശായിഖന്മാരുടെ ഭാര്യമാർ അവരും അതേ സ്ഥാനത്താണ്. ഈ അഹ്ലിൽ ജീവിക്കുന്നവർക്ക് മുഴുവനും അവരുടെ ഭാര്യമാരായി വരുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള മഹതിമാർ, അവരെ ഉമ്മ എന്ന രൂപത്തിൽ ആദരിച്ചോളണം. ഉമ്മയാണെന്ന് മനസ്സിലാക്കണം, ഉമ്മഹാത്തുൽ മുഅ്മിനാണെന്ന് പഠിക്കണം. സഹോദരങ്ങളെ, കേട്ടല്ലോ വാദം. പ്രിയപ്പെട്ട സമസ്തക്കാരെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എത്ര കൊല്ലം ഈ കേരളത്തിൽ ജീവിക്കുന്നു? 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം, 70 കൊല്ലം നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരം പിഴച്ചവാദങ്ങൾ? മശായിഖന്മാരുടെ ഭാര്യമാർ അത് റസൂലിന്റെ ഭാര്യമാരെ പോലെയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, നമ്മളുടെ ഉമ്മമാരുടെ സ്ഥാനത്താണ് മശായിഖന്മാരുടെ ഭാര്യമാർ. മനസ്സിലായോ? റസൂലുള്ളാന്റെ ഭാര്യമാര് നമ്മളെ ഉമ്മമാരാണല്ലോ. റസൂലുള്ളാന്റെ ഭാര്യമാരെ വേറൊരു കല്യാണം കഴിക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുപോലെ തന്നെയാണ് മശായിഖന്മാര്, ഞങ്ങളെ ഷെയ്ഖന്മാരെ ഭാര്യമാര്. ഇപ്പൊ ഞങ്ങളെ ഷെയ്ഖാകുന്ന കുരുവട്ടൂർ ഹാഫിള്, ആ ഹാഫിള് ഈ അടുത്ത കാലത്താണ് തട്ടിപ്പോയാൽ ഓന്റെ ഭാര്യനെ വേറെ ആൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം എന്താ? ഉമ്മഹാത്തുൽ മുഅ്മിനീനാകുന്നു. ഇതാണ് പറയുന്നത് സഹോദരങ്ങളെ. എവിടെയാണ് ഇവർ ഈ മശായിഖന്മാരെന്ന് പറയുന്ന ആളുകളെയും അവരുടെ ഭാര്യമാരെയും കൊണ്ടുപോയി വെച്ചിട്ടുള്ളവരാണ്? മശായിഖന്മാർ അള്ളാന്റെ സ്ഥാനത്ത്, മശായിഖന്മാരുടെ ഭാര്യമാർ റസൂലിന്റെ ഭാര്യമാരുടെ സ്ഥാനത്ത്. ഇനി ഇവരെന്താ പറയാൻ ബാക്കി? ഇത് പറയുമ്പോഴുള്ള വൈരുദ്ധ്യം എന്താന്ന് വെച്ചാല്, ഇവർ ഏറ്റവും വലിയ ഷെയ്ഖുൽ മശായിഖ്, കുതുബുൽ അക്താബ്, കുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം, ലോകത്തിനെ മൊത്തം നിയന്ത്രിക്കുന്ന ആള്, മശായിഖന്മാരുടെയും ഷെയ്ഖായ ഈ സാക്ഷാൽ CM മടവൂരി എന്ന് പറഞ്ഞ ചങ്ങായി ഉണ്ടല്ലോ, അയാളെ ഭാര്യനെ കാര്യം തീർത്തിട്ടുണ്ട്, തൊലാക്കല്ലിട്ടുണ്ട്. തൊലാക്കല്ലിട്ട് പോലെ ആരെങ്കിലും കെട്ടിക്കാതിരുന്നോ? പിന്നീട് കെട്ടാതിരുന്നോ? മടവൂരി എന്ന് പറഞ്ഞ നമ്മളെ ഷെയ്ഖാണ്, ഷെയ്ഖുൽ മശായിഖാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. അല്ല, ആ പമ്പറന്നോളെ വേറെ കെട്ടിച്ചു, പിന്നെ ഇവരെന്നെ എഴുതിച്ചിട്ടുണ്ട്, ഇവരെന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. മഹദി അവർകൾ ഇപ്പോൾ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. ഇവര് പറയാൻ പാടുണ്ടോ? ആ ചെയ്ത് തെറ്റല്ലേ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മാനെ കെട്ടാൻ പാടുണ്ടോ? നമുക്ക് മശായിഖന്മാർ നിങ്ങളമ്മാരെ, മശായിഖന്മാരുടെ ഭാര്യമാർ നിങ്ങളമ്മാരുടെ സ്ഥാനത്താണെങ്കിൽ മടവൂരിന്റെ ഭാര്യ നിങ്ങളമ്മാരുടെ സ്ഥാനത്തല്ലടോ. ആ മടവൂരിന്റെ ഭാര്യനെ കെട്ടി ആ കുടുംബത്തിന്റെ വീതി എന്താ? ആ തൊലാക്ക്, ആ നിക്കാഹ് ഹലാലാകുവോ? പറേ, നിങ്ങൾ എന്താ അതിനെതിരെ മുണ്ടാത്ത്? സുഹൃത്തുക്കളെ, ഇതാണ് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ച് കാലം. ഇതൊക്കെ മാന്തി പുറത്തിടാൻ നിൽക്കുകയാണ്. ഓരോ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരെ കണ്ടാൽ കണ്ടേടത്ത് വെച്ച് സമസ്തക്കാർ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്ന രീതിയിൽ അത്രത്തോളം മതപ്പതിച്ച വിശ്വാസമാണ് ഇവരുടെ വിശ്വാസവും ഇവരുടെ ആദർശവും എന്ന് സമസ്തക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവരിത് കേട്ടിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കി തരാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞിട്ടില്ല. മശായിഖന്മാരെ റസൂലുള്ളാഹിനെ കുറിച്ച് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം മുൻകടക്കാൻ പാടില്ല, ഉയരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അതിനൊപ്പിച്ച് തെളിവുണ്ടാക്കുന്നിട്ടോളി. എത്രത്തോളം മഹാന്മാര് പറഞ്ഞു താടി വെക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിരിക്കണം. മശായിഖന്മാരുടെ താടിയേക്കാൾ വലിയ താടി വെക്കുന്ന മുരീദുമാരെ മഹാൻ ആക്ഷേപിക്കുന്നത് കാണും. അവരുടെ സമ്മതമില്ലാതെ നീ ചെയ്തതാണെങ്കിൽ അതുവരെ അദബുകേടിൽ വരുമെന്ന് മഹാന്മാര് വ്യക്തമായി എഴുതുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? ഒരു കാര്യത്തിലും നീ അവരെ മുന്നിൽ പോകാൻ പാടില്ല. എത്രത്തോളം മഹാന്മാർ പറഞ്ഞ് ഏത് മഹാൻ പറഞ്ഞു? പലപ്പോഴത്തെ ഏത് മുറിമൊല്ലമാര് പറഞ്ഞിട്ടുണ്ടാവും. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. വലത്തുനിന്ന് ഇടത്തേക്ക് എഴുതി വെച്ച കിതാബുകളോ ഒക്കെ പ്രമാണമുള്ള അവൾക്ക്. ഏത് ജൂതൻ അറബിയിൽ എന്ത് എഴുതി വെച്ചാലും ഒക്കെ പ്രമാണമുള്ള അവൾക്ക്, ഏത് സൂഫി എഴുതി വെച്ചാലും. അപ്പൊ അങ്ങനെ ഏതോ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു, മശായിഖന്മാരെ താടിനം കാട്ടിയും വലിയ താടിച്ച് വെക്കാൻ പാടില്ല. അപ്പൊ ഷെയ്ഖിന് കുറ്റിത്താടിയാണെങ്കിലോ ഇത് താടി മേടിക്കണം. അങ്ങനെ ഷെയ്ഖിന്റെ മുൻകടക്കാൻ പാടില്ല. ഈ ഷെയ്ഖിനെ കാട്ടിയും വലിയ വേറെ അവയവം എന്തെങ്കിലും അനിയക്കണ്ടേ അതൊക്കെ മുറിക്കണം. ചിലപ്പോൾ കുട്ടിക്കാലത്തൊന്നും മുറിച്ചായിരിക്കും, എന്നാലും മുറിക്കന്നെ. കാരണം ഷെയ്ഖിനെ ഒരു നിലക്ക് മുൻകടക്കാൻ പാടില്ല. അത് അറബ് കേടാണ്. എന്താണ് ഈ പറയണത്? ഇനി പോട്ടെ, ഇത് താടിന്റെ വിഷയമാണല്ലോ. ഏത് തൊരീക്കത്തിരക്കല്ല ഈ താടിയുള്ളത്? തൊപ്പി ഉണ്ടാവും, സുന്നത്തായ തൊപ്പി, സുന്നത്തി എന്ന് പറയപ്പെടുന്ന തൊപ്പി തരിയുണ്ടാവും, തുണി മടക്കി കുത്തിയിട്ടുണ്ടാവും, അവരത്തും കാണിക്കുണ്ടാവും, താടി ക്ലെയിം ചെയ്യാം. അതാണ് സമസ്തക്കാർ ഒരു ആൾക്കാർ അവസ്ഥക്ക് അതാണല്ലോ. പോട്ടെ, താടിയില്ലാണ് പോട്ടെ. എന്നാ നിസ്കാരത്തിന്റെ നേരായി കഴിഞ്ഞാൽ ഷെയ്ഖിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. കേട്ടോളി. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അൽ-അൻവാറുൽ ഖുദ്സിയയുടെ 369 പേജിൽ മര്യാദ പറയുന്ന മഹാൻ പറയാം, ഇദാ വജ്ജഹു ശൈഖുഹു ഫീ ഹാജത്തിൻ വറഅ സ്വലാത
തുഖാമു ഫീ മസ്ജിദിൻ ഫി ത്വരീഖ് ഫലാ യഅ്റുജു അലൽ ജമാഅ ബൽ യംദി ഫീ ഹാജത്തി ശൈഖിഹി ثم يصلي بعد ذلك في الوقت. അത് മഹാന്മാരെ ഒരു പഠനമാണ്. അതായത് നമ്മുടെ ശൈഖ് അവറുകൾ, നമ്മുടെ ഗുരു ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു വസ്തു തന്നു, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞയച്ചു, ഇത് ഇന്ന സ്ഥലത്ത് എത്തിക്കണം എന്ന് അവർ നമ്മളോട് പറഞ്ഞു. ഒരു ഉദാഹരണം, എന്താവശ്യത്തിനാകട്ടെ, അവർ നമ്മളോടൊരു കാര്യം പറഞ്ഞു, ഇത് ചെയ്തോളൂ. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് അത് പൂർത്തിയാക്കലാണ്. എത്രത്തോളം മഹാൻ പറയാൻ, ഇവൻ പോകുന്ന വഴിയിൽ പള്ളിയുണ്ട്, ആ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്. ഈ ജമാഅത്ത് നിസ്കാരം നടക്കുന്ന സമയത്ത് ഇവൻ അതിന്റെ മുന്നിലൂടെ പാസ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നിസ്കാരത്തിന്റെ ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആദ്യം ആ ജമാഅത്തിൽ കൂടിയിട്ട് വേണം മറ്റു ശുഗലുകളിലേക്ക് പോകാൻ. അത് നമ്മുടെ പണ്ടത്തെ പഠനമാണ്. അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ദുന്യവിയായ ആവശ്യമാകുമ്പോൾ, നമ്മൾ ആവശ്യമാകുമ്പോൾ ഒക്കെ അങ്ങനെ തന്നെ ജമാഅത്ത് നിസ്കാരത്തിന് തന്നെയാണ് മുൻഗണന. അത് നിർവഹിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. പക്ഷേ ശൈഖ് അവറുകൾ ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഫലാ യഅ്റുജു അലൽ ജമാഅ, ആ ജമാഅത്തിൽ നീ പങ്കെടുക്കാൻ പാടില്ല. ബൽ യംളി ഫീ ഹാജത്തി ശൈഖിഹി, പിന്നെ നീ എന്താണ് ചെയ്യേണ്ടത്? ശൈഖ് അവറുകളുടെ കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിച്ച് അത് പൂർത്തിയാക്കണം. സുമ്മ യുസല്ലി ബഅദ ദാലിക, പിന്നീട് ശൈഖ് അവറുകളുടെ ആവശ്യം പൂർത്തിയാക്കിയതിന് ശേഷം നിസ്കരിക്കണം. ഇമാം ഷാരാനി പറഞ്ഞിരിക്കുന്നു. ഏതാണ് ഈ ഷാരാനി? ഈ ഷാരാനി ഏതാ? എല്ലിലും തൊട്ടിലും തുടങ്ങിയ കച്ചങ്ങായിന്റെ കിതാബ് തെളിവ്. ഇവിടെ ഇവിടുത്തെ സാധാരണക്കാരായ സമസ്തക്കാര് ഷാരാനിന്റെ കീറ കിതാബ് വായിച്ചിട്ടോ യൂസുഫ് നബ്ഹാനിന്റെ കീറ കിതാബ് വായിച്ചിട്ടോ സമസ്തക്കാരനായതല്ല. അവർക്ക് ഈ പടപ്പുകൾ അറിയില്ല ഇത് ഏതാ ഈ സാധനങ്ങൾ എന്നുള്ളത്. അവർ മുത്തുച്ചുപ്പി പോലെ കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ ഭക്ഷണം സാധനം ഒക്കെ ഞങ്ങൾ മാന്തി പൊളിക്കും ഇൻഷാ അല്ലാഹ്. ഒക്കെ കാണിച്ചാൽ എന്താ ആ സാധനത്തിന് ഉള്ളിലുള്ളതൊക്കെ ഞങ്ങൾ ഇവിടെ ജനങ്ങടി കാണിച്ചു കൊടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതൊന്നും വായിച്ചിട്ടും കണ്ടിട്ടും കേട്ടിട്ടും സമസ്തക്കാരനായതല്ല ഇവിടുത്തെ സാധാരണക്കാരായ സമസ്തക്കാരൻ. അവർ സമസ്തക്കാരനായി ജനിച്ചു. ഒരുപാട് ആളുകൾക്ക് അള്ളാഹിന്റെ ഹിദായത്ത് കിട്ടി, അവർ സലാം പറഞ്ഞിട്ട് പോന്നു, ഞാനടക്കമുള്ള ആളുകള്. മനസ്സിലായോ? അവർക്കറിയില്ല ഇവര് നിങ്ങളെ ഈ വഷളൻ വാദങ്ങളും വഷളൻ വിശ്വാസങ്ങളൊന്നും ഇവിടുത്തെ 95% സാധാരണക്കാരായ സമസ്തക്കാരും അംഗീകരിക്കുന്നില്ല. അവരിത് കേട്ടാൽ കാർക്കിച്ച് തുപ്പും. അപ്പൊ ഈ ഇവിടുത്തെ സാധാരണക്കാരായ സമസ്തക്കാരൻ നിങ്ങളെ വാദത്തിൽ നിങ്ങൾ കൂട്ടണ്ട. ഞങ്ങൾ ബഹുഭൂരിപക്ഷം വരുന്ന കേരളത്തിലെ സുന്നികൾ എന്ന് പറഞ്ഞു കണ്ട് ഈ സാധാരണക്കാരായ സമസ്തക്കാരെ ഞങ്ങളെ കൂട്ടണ്ട. അവര് നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസമുള്ള ആളുകളല്ല. ഇരിക്കട്ടെ. അപ്പൊ ഷെയ്ഖ് എന്തെങ്കിലും ഷെയ്ഖിന്റെ എന്താവശ്യത്തിനും അങ്ങാടി കറഞ്ഞു. അത് ചിലപ്പോൾ ഒരു കെട്ട് ബീഡി അങ്ങനായിരിക്കും, ചുരുട്ട് അങ്ങനായിരിക്കും, അവരെ നിത്യോപയോഗ സാധനങ്ങൾ അതൊക്കെയുള്ളൂ. അല്ലെങ്കിൽ വെറ്റിയടക്കം വാങ്ങാനായിരിക്കും, മുറുക്കാൻ, അല്ലെങ്കിൽ വല്ല കഞ്ചാവ് വാങ്ങാനായിരിക്കും, എന്തായിക്കോട്ടെ. ഷെയ്ഖ് എന്തെങ്കിലും സാധനത്തിന് മുരീദിനെ പറഞ്ഞ അങ്ങാടിക്ക്. അപ്പൊ അങ്ങാടിക്ക് ഇങ്ങനെ പോണ വൈക്കിൽ പള്ളിക്ക് ജമാഅത്ത് എടുക്കാണ്. അപ്പൊ മുരീദ് എന്ത് ചെയ്യായിരിക്കാണ്? ആ ഷെയ്ഖിന് ഇപ്പൊ ചുരുട്ട് വലിക്കാനല്ല എന്നെ പറഞ്ഞിട്ടുള്ളത്. കുറച്ചു നേരം വലി മുട്ടിച്ചിട്ട് ചാവുന്നു, ഞാൻ കിടക്കട്ടെ, നിസ്കരിച്ചിട്ട് പോവാന്ന് വിചാരിക്കാൻ പറ്റൂല. ആദ്യം പോയി ഷെയ്ഖിന്റെ ആവശ്യം നിർവഹിക്കണം, എന്നിട്ട് നേരണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി എന്ന് മോഹനോയോ ചൗരാനി പറഞ്ഞിരിക്കുന്നു. ചൗരാനി പറഞ്ഞവനല്ല അല്ല ദീനില്. എന്താണ് ഈ പറഞ്ഞ ഈ ഹംകിങ്ങള്? അത് നിസ്കാരത്തിന്റെ കഥ അങ്ങനെ. ഈ നോമ്പിന്റെ കാര്യം കേട്ടോളി. ഇപ്രകാരം തന്നെ ഇദാ ഖാല ലഹു, അവനോട് പറഞ്ഞു, വഹുവ സ്വായിമുൻ, ഏത് അവസ്ഥയിൽ പറഞ്ഞു? അവൻ നോമ്പുകാരനാണ്. ആ അവസ്ഥയിൽ ശൈഖ് അവറുകൾ പറഞ്ഞു, അഫ്തിർ, നോമ്പ് മുറിക്കടാ, കുടിക്കൂ വെള്ളം എന്ന് ശൈഖ് അവറുകൾ പറഞ്ഞാൽ വജബ അലൈഹിൽ ഫിത്ർ, നോമ്പ് മുറിക്കൽ അവന് നിർബന്ധമാണ്, സുന്നത്ത് പോലും. ഇമാം അഹ്മദ് ഇബ്നു മുഹമ്മദ് ദർദി റളിയല്ലാഹു അൻഹുവിന്റെ തുഹ്ഫത്തുൽ ഇഖ്വാൻ ഫീ ആദാബിത് ത്വരീഖ് എന്നൊരു മഹാൻ പറയാ, ഔ ഖാൽ, അല്ലെങ്കിൽ ശൈഖ് അവറുകൾ പറഞ്ഞു, ലാ തുസല്ലി, നിസ്കരിക്കണ്ടടാ, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കലടാ, നിർബന്ധമാണ്, പിന്നെ അപ്പൊ നിസ്കരിക്കാൻ പാടില്ല. ശൈഖ് അവറുകൾ പറഞ്ഞു. മുരീദ് ഒരിക്കൽ ഷെയ്ഖിനെ കാണാൻ പോയി. റമളാൻ മാസം ആയിക്കോട്ടെ. അപ്പൊ എന്താണ് എന്റെ മുഖത്തൊരു വാട്ടം? ഞാൻ നോമ്പുകാരനാണ് ഷെയ്ഖേ. ആ മൂർച്ചട ഹംകെ നോമ്പ്, അങ്ങനെ നോമ്പ് വെച്ച് കിടക്കേണ്ടത്. എനിക്ക് നോമ്പുണ്ട്. എന്നാ എനിക്ക് കാരണം ഇവനെ സ്വർഗത്ത് പോകാൻ പാടില്ലല്ലോ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഇസ്ലാം നിർബന്ധാക്കി കൽപ്പിച്ച താടി വെക്കാണ്. ഇന്ത്യനെ കാട്ടി പോയ താടിയോ? പഠിച്ചട ഹംകെ താടി പഠിച്ചു. അങ്ങാടി പോയി കണ്ട് സാധനം വാങ്ങിക്കൊണ്ടേ. അപ്പൊ നിസ്കാരം എന്റെ ആവശ്യം കേട്ടുപോയി, നിസ്കാരം കൊളാക്കി. ഈ നോമ്പാണ്, മൂർച്ചടാ നോമ്പ്. അങ്ങനെ ഷെയ്ഖ് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് മുറിക്കാന്നല്ലോ, നോമ്പ് മുറിക്കൽ നിർബന്ധമാണ്. അപ്പോ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ മുറിക്കാതെ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ഹറാമ് ചെയ്ത കുറ്റം കിട്ടും. എന്താണ് ഇവര് പറഞ്ഞ സഹോദരങ്ങളെ? ഇവര് ജൂതചാരന്മാരല്ലെങ്കിൽ പിന്നെ ആരാടോ ജൂതചാരന്മാര്? ആരാടോ ഇസ്ലാമിന്റെ ശത്രുക്കള്? ഫാസിസ്റ്റുകളോ? നിങ്ങൾ വിചാരിക്കണ്ടോ? ഇവന്മാരെ കാട്ടിയും വലിയ ശത്രുക്കൾ ഇസ്ലാമിന് വേറുണ്ടോ?
ഈ മുസ്ലിമിന്റെ ഇബാദത്തുകളും വിശ്വാസങ്ങളും എല്ലാ ഷിയാറുകളും എല്ലാം നശിപ്പിച്ച് മുസ്ലിമിനെ നരകത്തിൽ കൊണ്ടുപോയിടുന്ന ജൂതന്മാർ, ഇവിടുത്തെ ഫാസിസ്റ്റുകളെ കൊണ്ട് നിങ്ങൾ നരകത്തിലിടാൻ കഴിയൂല. അറിയങ്ങള് ഇവരല്ലേ ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുക്കള്? അതിന്റെ ശേഷം ഏത് ശത്രുവുള്ളൂ ഇസ്ലാമിന്? ഇത്രത്തോളം അപകടകരമായ വാദങ്ങളാണ് സഹോദരങ്ങളെ ഇവന്മാര് തലയിൽ കെട്ടി വെള്ള വസ്ത്രം ധരിച്ച് സമൂഹത്തിന് മുമ്പിൽ പുലമ്പിക്കൊണ്ടിരിക്കണം. മനസ്സിലായങ്ങള്? കാരണം നിങ്ങളങ്ങനെ നോമ്പിട്ടിട്ട് കാര്യമില്ല, നിങ്ങൾ നിസ്കരിച്ചിട്ട് കാര്യമില്ല, നിങ്ങളങ്ങനെ ഇസ്ലാമിന്റെ ഷിയാറുകളും തലയിലേറ്റ് കിടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഷെയ്ഖിന്റെ അടുത്തൂല. നിങ്ങൾ 1000 കൊല്ലം നിസ്കരിച്ചിട്ടും കാര്യമില്ല എന്ന് പോലെ പറയണേ. കേട്ടോളി, മശായിഖന്മാരെ ഹദ്റത്തിൽ നമ്മൾ എത്തിപ്പെട്ടാൽ അവരെന്താണോ പറഞ്ഞത്, ദുന്യവിയാകട്ടെ ദീനിയാകട്ടെ എന്തുമാകട്ടെ, അവര് പറഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കണം. ഫഇന്നഹു ഹുവ ത്വബീബുൽ അഅ്ളം. അവരാണ് ഏറ്റവും വലിയ ഡോക്ടർ. അവരുടെ ഉറക്കം പോലും നമ്മുടെ ഇബാദത്തിനേക്കാൾ പവറുള്ളതാണ്. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു അണുമണി തൂക്കം പോലും നമ്മളുടെ 1000കണക്കിന് കൊല്ലങ്ങളെക്കാൾ ഏത് ഇബാദത്ത് ചെയ്താലും സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത് തന്നെ അതിനേക്കാളൊക്കെയും മഹത്വം അവരുടെ ഒരു ശ്വാസമാണ്, അവരുടെ ഒരു ഉറക്കമാണ്. മശായിഖന്മാരുടെ ഹളറത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് പറഞ്ഞാലും മുണുങ്ങിക്കൊള്ളണം. അവരെന്ത് കടാറാ നിൽക്കണം, കെടുക്കടാന്ന് പറഞ്ഞാൽ കെടുക്കണം, കുമ്പിട്ട് കിടാറണ കുമ്പിട്ടിക്കണം, തലകുത്തി മറിയട കുഞ്ഞിരാമാര തലകുത്തി മറിയണം, തുണി കഴിച്ചിട്ട് ഓടണാറണ ഓടണം. അവര് എന്താണോ പറഞ്ഞത്, നിസ്കരിക്കലാറ നിസ്കരിക്കരുത്, നോമ്പ് മുറിച്ചടാന്ന് പറഞ്ഞാൽ മുറിച്ചണം. കാരണം നിങ്ങളെ 1000 കൊല്ലം ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് അവരുടെ ഉറക്കം. നിങ്ങളിപ്പോ അട്ടപ്പാതിരൊക്കെ തീച്ചിക്കാണ് സുബി വരെ ഇരുന്ന് താജുസ്കരിക്കാണ്. ഷെയ്ഖ് ഇങ്ങനെ മൂട്ടിൽ കയ്യും പൂത്തി ഇങ്ങനെ കൂർക്കം വിളിച്ച് കിടന്നുറങ്ങാണ്. അപ്പൊ നിങ്ങളെ ഈ നിസ്കാരത്തിനും കാട്ടിയും അള്ളാഹ്ക്ക് ഇഷ്ടം ഷെയ്ഖിന്റെ ആ കൂർക്കമ്പലിയാണ്. നിങ്ങൾ 10,000 കൊല്ലം നിസ്കരിക്കണം കാട്ടി ബാത്തിനും കാട്ടിയും പുണ്യാണ് ഷെയ്ഖിന്റെ ഒരു ശ്വാസം. ഷെയ്ഖിന്റെ ഒരു കീ ശ്വാസം എന്ന് മാറ്റി പറഞ്ഞവര് നിങ്ങളെ ദിക്കറിനും കാട്ടി പോലീസിനും ഷെയ്ഖിന്റെ ഒരു കീ വായുവിന് ഒക്കെ പറയും. അത്രത്തോളം കടുത്ത പിഴച്ച വിശ്വാസക്കാരായ മനുഷ്യ പിശാചുക്കൾ ദജ്ജാലുകളാണ് ഇവന്മാര്. ഇവർ തൊള്ളി കൂടി വരാത്തൊന്നുമില്ല. കാരണം ജൂതം ഇങ്ങനെ തിരികെ കൊടുക്കല അണ്ണാക്കൊക്കെ. പറഞ്ഞൂടാ ഞങ്ങൾ പുറത്തുനിന്ന് ഇസ്ലാമിനെ തകർക്കാൻ നോക്കിയാൽ നടക്കൂല, ജഗ ഉള്ളിൽ കയറിക്കാണ് തകർക്കെ, എനിക്ക് എന്താ വാണിച്ച് തരാ, എന്ത് വാണിച്ച് ഞങ്ങൾ ചെയ്തുതരാ, ജൂതം പറഞ്ഞു കൊടുക്കല്ലേ. പിന്നെ എന്താ പറഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് തന്നെ മശായിഖന്മാർ എന്ത് ചെയ്താലും നമ്മൾ കണ്ണും കൂട്ടി അനുസരിച്ചോളണം. മശായിഖന്മാർ എന്ത് ഹറാമ് ചെയ്താലും നമ്മളെ കൊണ്ട് ഹലാലായ കാര്യങ്ങളൊന്നും ചെയ്യാൻ അനുവദിക്കൂല എന്ന് മാത്രമല്ല, നിർബന്ധമായി നമ്മൾ ചെയ്യാൻ പറഞ്ഞ ദീനിലെ കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യിക്കൂല എന്ന് മാത്രമല്ല, മശായിഖന്മാർ അങ്ങനെ പല ഹറാമുകളും ചെയ്യും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഹറാമായി വിലയിരുത്തരുത്. മശായിഖന്മാർക്ക് നമുക്ക് എന്തും ചെയ്യാന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും. മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് മൃഗം കല്ല് ഇതൊക്കെയും സമമല്ലേ. ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? മഹാനരായ ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ വഴിയിലേക്ക് കടന്നു വന്ന ആദ്യം എനിക്ക് അനുഭവപ്പെട്ടത് സ്വർണവും കല്ലും എന്റെ അടുത്ത് ഒരുപോലെയാണ്, രണ്ടും ഒരു വ്യത്യാസമില്ല. ആണും പെണ്ണും ഇതൊക്കെയും കുല്ലും സവാ. ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വന്നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും? അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും? ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന്? ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. അതിന് കുഴപ്പമുണ്ടോ? സാധാരണക്കാരെ, സമസ്തക്കാരെ, ദീനീ സ്നേഹികളായ സമസ്തക്കാരെ, നിങ്ങളിത് കേൾക്കണം, നിങ്ങൾ അംഗീകരിക്കും. അത് മശായിഖുമാർക്ക് എന്ത് ആണും പെണ്ണും അവർക്കൊക്കെ സമാണ്. ആണും സമാണ്, പെണ്ണും സമാണ്, എല്ലാം സമാണ്. മനസ്സിലായ? കാരണം ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് അവർ. ആണിനെ പെണ്ണാക്കാനും കഴിയും, പെണ്ണിനെ ആണാക്കാനും കഴിയും. പാത്തുമ്മയെ നോക്കി പാറയാകട്ടെ എന്ന് പറയും, പാറയെ നോക്കി പാക്കരാകട്ടെ എന്ന് പറയും, പാക്കരനെ നോക്കി പോക്കരാകട്ടെ എന്ന് പറയും, പോക്കരനെ നോക്കിയിട്ട് അത് പാറക്കുട്ടിയാകട്ടെ എന്ന് പറയും, പാറക്കുട്ടി പിന്നെ പട്ടുകുട്ടിയാകട്ടെ എന്ന് പറയും. എന്ത് പറഞ്ഞാലും ഒക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. മശായിഖന്മാർക്ക് ആണും പെണ്ണൊന്നുമില്ല. മശായിഖന്മാർക്ക് നീയും നിന്റെ ഭാര്യയും സമമാണ്. അപ്പൊ നൗഷാദും കുരുവട്ടൂർ ഹാഫിദിന് നൗഷാദും സമാണ്, ഓന്റെ അവ കെട്ടിയോളും സമാണ്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പല മുരീദന്മാരെ കെട്ടിയന്മാരാരെങ്കിലും കുരുവട്ടൂർ ഹാഫിദിന്റെ ഒക്കെ മടിയിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ആണും പെണ്ണും മശായിഖന്മാർക്ക് സമമാണ്. അത് ഞാൻ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നത് പോലെ കണ്ടാൽ മതി.
ഒരു പെണ്ണിങ്ങനെ ഷെയ്ഖിന്റെ മടിയിൽ കൂട്ടിക്കോളി. അപ്പൊ നമ്മളിങ്ങനെ ചെറിയ വീട്ടിലുള്ള ചെറിയ പൂച്ച കുട്ടികളെ മടിയിരുത്തിക്കാണ്ട് ഇങ്ങനെ താലോലിക്കൂല, പുറത്തിങ്ങനെ തലോടിയിട്ട് അങ്ങനെ കണക്കൂട്ടിയാൽ മതി. പിന്നെ മഷായിഖന്മാർക്ക് ആണും പെണ്ണൊന്നുമില്ല, ഒക്കെ എല്ലാം കണക്കാണ് ഓൽക്ക്. ഇനി ഓൽക്ക് ഈ മഷായിഖന്മാര് എന്ന് പറഞ്ഞ ഈ ഷെയ്ത്താന്മാർക്ക് ഇനിയിപ്പോ എന്ത് ഹറാമാ ചെയ്തുകൂടാത്തത്? ഒക്കെ ന്യായീകരിക്കാം. ഒരു ചാരാനിമാമും ഇവനെ പോലത്തെ വായാടികളുണ്ടല്ലോ, അങ്ങനെ വ്യാഖ്യാനിക്കണം. നമ്മളൊരു ഹറാം ഒരു ഷെയ്ഖിന്റെ മടിയിൽ ഒരു പെണ്ണിരിക്കേണ്ട നമ്മൾ വ്യാഖ്യാനിച്ചൊപ്പിക്കണം. അവിടെ ഹറാം വിചാരിക്കരുത്. എങ്ങനെ വ്യാഖ്യാനിക്കണം? വേറെ മൊല്ല പറട്ടെ, ഇങ്ങനെ വ്യാഖ്യാനിക്കണം. ഒരാളോട് പറഞ്ഞല്ലോ എനിക്കൊരു പെണ്ണ് കെട്ടണം, ഇതല്ലേ ഉപ്പാപ്പര് പേരുള്ള പരാതി, പെണ്ണുങ്ങളെ കൊണ്ട് കാലത്ത് അടിക്കുന്നു. ആ പെണ്ണിന്റെ കയ്യിലുള്ള രോഗം പോകാനായിരിക്കൂ. ഞമ്മ നിനക്കെന്തറിഞ്ഞ്? എന്താ പെണ്ണ് ലോകത്ത് കിട്ടുന്നില്ല ഉപ്പാപ്പക്ക്? നിന്റെ ഓളെ കൊണ്ടിട്ട് ഉപ്പാപ്പന്റെ കാലത്ത് അടിച്ചിട്ട് വേണ സുഖിക്കാന്? എന്ത് അർത്ഥമില്ലാത്ത വാക്കാണ് പറയുന്നത്. പെണ്ണില്ലേ ദുനിയാവില്? എനിക്കൊരു പെണ്ണ് കെട്ടിച്ച് തരുന്ന ആരും പെണ്ണ് കെട്ടിച്ചു കൊടുക്കാനേ? നിന്റെ ഓളെ കൊണ്ട് നിന്റെ ഓൾക്കുള്ള രോഗം മാറ്റാനായിരിക്കും അത്. ഇത് വേറെ ഏതൊരു ഉപ്പാപ്പ, ഒരു മഷായിഖന്മാരിൽപ്പെട്ട ഒരു ഷെയ്ഖ്. ആ ഷെയ്ഖ് അന്യ പെണ്ണുങ്ങളെ കൊണ്ട് കാല് തടവിക്കലുണ്ട് എന്നുള്ള പരാതി കേട്ടപ്പോ എന്റെ ന്യായീകരണാണിത്. ഉപ്പാപ്പാക്ക് വേറെ പെണ്ണിട്ടേറ്റാ അന്റെ കെട്ടിയോളെ തന്നെ. എവിടെ അന്റെ കെട്ടിയോളെ കയ്യിന് വല്ല അസുഖം ഉണ്ടാവും, അത് മാറാനാണ് ഉപ്പാപ്പാന്റെ കാല് തടവിക്കണത്. അപ്പൊ ഇനി കുരുവട്ടൂര് ഹാഫിള് ഓല മുരീതന്മാരിൽപ്പെട്ട ഒരുത്തന്റെ കെട്ടിയോളങ്ങനെ മടിയിലിരുത്താണ്. തെറ്റായി വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് എന്റെ കെട്ടിയോളെ മൂലക്കുരു മാറാനായിരിക്കും ഓന്റെ മടി കൊണ്ട് ഇരുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓളെ ചന്തിമന്തിയിലും ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും, അത് മാറാനായിരിക്കും ഷെയ്ഖിന്റെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട്. അത് അങ്ങനെ വ്യാഖ്യാനിക്കണം. അവിടെ ഹറാമില്ല. ഷെയ്ഖിന് ആണും പെണ്ണും സമമാണ്. സുഹൃത്തുക്കളെ, ഇവന്മാർക്ക് എന്ത് ഹറാമും ഹലാലും? അള്ളാഹും റസൂലും ദീനിൽ ഹറാമും ഹലാലും നിയമങ്ങൾ ഉണ്ടാക്കി എന്തിനാ? ഒന്നും ബൽക്ക് ബാധകല്ല. അള്ളി റസൂൽ ഉണ്ടാക്കിയ ഹലാലുകളൊക്കെ ബൽക്ക് ഹറാമ്, അള്ളി റസൂലും പഠിപ്പിച്ച ഹറാമുകളൊക്കെ ബൽക്ക് ഹലാല്. എന്ത് തമ്മാടിത്തൻ ഷെയ്ഖ് ചെയ്താലും നമ്മൾ ഇതിനെതിരെ എതിർക്കാൻ പാടില്ല. ഈ ഷെയ്ഖിനെ നമ്മൾ കണ്ട സമയത്ത് നമ്മൾ ത്വരീക്കത്തിലൊക്കെ കൂടി, ഇപ്പൊ കുരുവട്ടൂർ ആഫിദിന്റെ ത്വരീക്കത്തിലൊക്കെ കൂടി കണ്ട കാലത്തും ഭയങ്കര ദിക്കറും ദോയും ഓന്റെ നീട്ടലും കുറുക്കലൊക്കെ കണ്ടുകാണ്ട് നമ്മൾ ഓന്റെ പിന്നാലെ കൂടിയത്. ഓന്റെ നീട്ടലും കുറുക്കലും ഒന്ന് കണ്ടോളി. ഇതൊക്കെ കണ്ടുകാണ്ട് ഒരുത്തം വഞ്ചിതനായി കൂടി കൂട്ടിക്കോളി. അതിലൊന്ന് കാണി. أنا شيخ وولي وصالح وإمام أنا الجيلي محي الدين اسمي وأعلامي على رؤوس الجبال. കണ്ടില്ല സുഹൃത്തുക്കളെ, ഇതാണ് ആ സാധനം. അപ്പന്റെ നീട്ടലും കുറുക്കലും ആക്ഷനും തിരലും മറിച്ചിലൊക്കെ കണ്ടുകാണ്ട് മയങ്ങിക്കാണ്ട് ഒരുത്തം കൂടി തരക്കടിച്ചില്ല ഷെയ്ഖ് നല്ല നീട്ടലും കുറുക്കലുള്ളോ നല്ല കോലാണല്ലോ എന്നൊക്കെ കണ്ടുകാണ്ട് ഒരുത്തം പിന്നാലെ കൂടി. പിന്നെ വളരെ റോങ് ആയ രീതിയിലെ കാണുന്നു കുട്ടികൾ. ഇവനെ തന്നെ എതിർക്കാൻ പാടില്ല. പറട്ടെ, അങ്ങോട്ട് സ്നേഹിക്കുക തന്നെ. സ്നേഹിച്ചവന് പിന്നെ അതിൽ നിന്ന് മാറേണ്ടി വരില്ല. മാറേണ്ടി വരുന്നുണ്ടെങ്കിൽ സ്നേഹം ശരിയല്ല എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ നിങ്ങൾ, ഒരാൾ ഒരു ഷെയ്ഖിൽ വിശ്വസിച്ചു. നമ്മൾ കാണുന്ന കാലത്ത് ഷെയ്ഖവറുകളിൽ നല്ല തലപ്പാവുണ്ടായിരുന്നു, നല്ല താടി ഉണ്ടായിരുന്നു, നല്ല വഅദ് പറയുന്ന കാലമായിരുന്നു. ആ കാലത്ത് അത് കണ്ടൊരാൾ വിശ്വസിച്ചു. അപ്പൊ ഇവന്റെ വിശ്വാസം ഷെയ്ഖവറുകളുടെ ശൈലിയിലാണ്, വേഷത്തിലാണ്. നല്ല തലപ്പാവ്, നല്ല വഅദ് പറയുന്നു, അതുപോലെ തന്നെ നല്ല താടി കാണുന്നു. ഇത് കണ്ടിട്ട് വിശ്വസിച്ച ഒരാള് കാലങ്ങൾ കഴിഞ്ഞു ഷെയ്ഖവറുകളുടെ കൂടെ നിന്നപ്പോ ഒരു ദിവസം ഷെയ്ഖവറുകളെ തലപ്പാവ് അങ്ങ് വേണ്ടാന്ന് വെച്ചു. അവർക്ക് എന്തും ചെയ്യാൻ. താടിയും വേണ്ടാന്ന് വെച്ചു. സങ്കല്പിച്ചോളൂ. നേരത്തെ ഇവൻ കണ്ട വഅദ് പറയുന്ന ശൈലി ഒഴിവാക്കി അവര് ഖവാലി അങ്ങ് തുടങ്ങി, പാട്ട് തുടങ്ങി. അപ്പൊ നേരത്തെ ഇത് കണ്ട് വിശ്വസിച്ചവനാണെങ്കിൽ ഓം പെടും. കാരണം ഓം വിശ്വസിച്ചത് എന്തിനാണോ അതൊന്നുമല്ല. അതാ ശരാനിമാൻ പറഞ്ഞേ, വെറും വിശ്വാസം എന്ന് പറഞ്ഞിരിക്കല്ല, ഈ അങ്ങ് മുഹിബായി കൂടൂ. മുഹിബല്ലി ശൈഖിഹി, ശൈഖ് അവറുകളെ നമുക്ക് അല്ലാഹു തന്നു. നമുക്ക് ബോധ്യപ്പെട്ടു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഇവർ വലിയും മിൻ ഔലിയ ഇല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു ഉന്നത മഹാനാണ്, ഇവർ സാധാരണക്കാർ അല്ല എന്ന് നിനക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടു. നീ മുന്നോട്ട് പോയി, നീ അവരെ സ്നേഹിക്കാൻ തുടങ്ങി. ആ സ്നേഹം അങ്ങോട്ട് അഴിച്ചിടൂ. പരിധികളില്ലാത്ത സ്നേഹം അങ്ങ് കൊടുത്തേക്കൂ. എങ്കിൽ പിന്നെ എവിടെയും നിനക്ക് അവിശ്വസിക്കേണ്ടി വരില്ല. ആ സ്നേഹത്തിലായി നിനക്ക് കഴിഞ്ഞുകൂടാ. അവർ അവരുടെ അഹ്വാലുകളും മഖാമും അനുസരിച്ച് സംസാരിക്കും, അവർ ചെയ്യും. അതൊക്കെ അവരെ ഇഷ്ടമാണ്. എല്ലാ കാലത്തും നീ വിചാരിച്ചതുപോലെ അവരാകണമെന്ന് പറഞ്ഞാൽ നടക്കൂല. അത് അപ്പൊ ഇജ് കുരുവട്ടൂർ ആഫിദിന്റെ ആ നീട്ടലും കുറുക്കലും താടിയും തലപ്പാവും ഓന്റെ ആക്ഷനും ഓന്റെ ഈണത്തിലുള്ള വയതർച്ചലൊക്കെ കണ്ട് ഓന് പിന്നാലെ കൂടി. കുറച്ചെണ്ണം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഷെയ്ഖ് തലപ്പാവാണ് ഒഴിവാക്കി.
താടിയാണ് പഠിച്ചു ക്ലീൻ ഷാവാക്കി. അവർക്ക് പിന്നെ എന്തും ചെയ്യാലോ, ചെയ്യാം. അവർക്ക് എന്തും ചെയ്യാലോ, ജൂതചാരന്മാരാവും പിന്നെ എന്തും ചെയ്യാലോ. ഇസ്ലാമിലല്ല വിധിവിലക്കുകളുള്ളൂ. അപ്പൊ പിന്നെ അവർക്ക് എന്ത് ചെയ്യാം? താടി ഒഴിവാക്കുക, തലപ്പാവ് ഒഴിവാക്കുക, കുറച്ച് കഴിഞ്ഞാൽ തുണി കഴിച്ചിട്ട് ചാടി കളിക്കുക, പിന്നെ ട്രൗസർ ഊരിക്കാണ് അങ്ങാടിയെ കൂടി ഓടാ. ഒക്കെ ചെയ്താലും ഇജതിന് മോശമായിട്ട് വിചാരിക്കാൻ പാടില്ല. കാരണം ഓർക്ക് എന്തും ചെയ്യാം. അന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഓര് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. ഓല ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ തലച്ചോറ് തോണ്ടിക്കളഞ്ഞ് പുറത്തേക്ക് വലിച്ചേരുക. എന്നിട്ട് ഇങ്ങനെ മൊയന്തായി മന്ദപ്പനായിട്ട് കാലാകാലം ഓൻ്റെ കാലും നോക്കി ഇങ്ങനെ നടക്കുക. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ മശായിഹന്മാരെ മുമ്പിൽപ്പെട്ടുള്ള അദവുകളുടെ പ്രധാന ഒരു അദവാണ് ഇപ്പം അതൊക്കെ. മനസ്സിലായ? ഓൽക്ക് അങ്ങനെ ദീനില്ല ഹറാമും ഹലാമും കലാലും കാര്യങ്ങളൊന്നും ഇജ്ജ് വിചാരിച്ച മാതിരി ഓല കിട്ടൂല. ഓലെങ്ങനെ ഓൽക്ക് ശൈത്താൻ ഇൽഹാം കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജൂതം പറഞ്ഞെടുക്കും. അതിനനുസരിച്ച് ഓലങ്ങനെ പോകും. അതിനനുസരിച്ച് എൻ്റെ മണ്ട ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഇസ്ലാമിന്റെ മണ്ടയ്ക്ക് ഇവനാണ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഓല് എന്ത് ചെയ്താലും നമ്മളതിന് കറാമത്തായിട്ട് വ്യാഖ്യാനിക്കും. ഓൽക്കങ്ങനെ പലതും നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ഓൽക്ക് അങ്ങനെ ഹറാമൊന്നുമില്ലല്ലോ. അങ്ങനെ വ്യാഖ്യാനിച്ചൊരു കഥ മടവൂർ പോലെ ഏറ്റവും വലിയ ഷെയ്ഖായ ഷെയ്ഖുൽ മശായിഖായ കുതുബുല്ലാലമായ മുദബ്ബറുലാലമായ മടവൂർ കുളിസിയും കണ്ട കഥ കണ്ടോളി. മടവൂരിൽ നിന്ന് മടവൂർ മുക്കിലേക്ക് നടന്നു പോകുമ്പോ ഒരു ലക്ഷ്മി എന്ന പെണ്ണ് റോഡ് സൈഡിന്റെ ഭാഗത്ത് ഒരു ടെന്റ് കെട്ടിയിട്ട് കുളിക്കുമ്പോ അറിയാതെ കണ്ടുപോയി. ആ കണ്ടുപോയത് ഒരു പെണ്ണിന്റെ മുഖമാണ്. അറിയാതെ ഒരു പെണ്ണിന്റെ മുഖം കണ്ടാൽ അത് തെറ്റല്ല. കാരണം കണ്ണുകൊണ്ട് കാണുന്നതാണത്. കൽബ് കൊണ്ട് കാണുമ്പോഴാണ് തെറ്റാകുന്നത്. അതിന്റെ അർത്ഥം നാളെ കണ്ണുകൊണ്ട് നോക്കണം എന്നല്ല. അങ്ങനെ അറിയാതെ കണ്ടുപോയാൽ അത് തെറ്റല്ല. ആകസ്മികമായി കണ്ടുപോയാൽ അത് തെറ്റല്ല. ഇനി നോക്കണമെന്ന് ചിന്തിച്ചാലോ അത് വേണമെന്ന രീതിയിലായി. മഹാനായ മടവൂർ ശൈഖ് നടന്നു പോകുമ്പോ അറിയാതെ കണ്ടതാണ്. പക്ഷേ കണ്ടപ്പോ ഇരുന്നപ്പോ വീണുപോയി, വീണപ്പോ കിടന്നുപോയി. ഒരു പൊടി മണ്ണെടുക്കാൻ പറയുകയാണ്. ഹാദിമിനോട് മണ്ണെടുക്കാൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് എന്റെ തലയിലേക്ക് ആ മണ്ണ് വാരിയിടണമെന്ന് പറയുകയാണ്. മനസ്സോടെ മണ്ണ് വാരി എറിയുകയാണ്. അവിടുന്ന് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡെങ്കിലും ഞാൻ ഹറാമ് കണ്ടല്ലോ. വേണ്ട, ഇത് വേണ്ട, ഭൗതികം വേണ്ട. അങ്ങനെയാണ് വയനാടിന്റെ കാടുകളിൽ 1 വർഷവും 2 മാസവും 11 ദിവസവും എല്ലാം മറന്നിട്ട് പച്ചില തിന്നിട്ട് ജീവിച്ചത്. എടാ മന്നബുദ്ധി പൊട്ട മുസ്ലിയാരെ, എന്താണ് ഈ പറയണത് മടവൂരിനെ കുറിച്ച്? മടവൂര് അറിയാതെ റോഡ് സൈഡിൽ നിന്ന് ലക്ഷ്മി കുളിക്കുന്നു ടെന്റ് കെട്ടിയിട്ട്. അപ്പൊ മടവൂര് കുളിസിയും കണ്ടു. കുളിസിയും കണ്ടിട്ട് മടവൂര് കോരിത്തരിച്ച്, നമുക്ക് ജീവിതത്തിൽ ഈ ജാതി കുളിസിയും കണ്ടിട്ടില്ല. കോരിത്തരിച്ച് അവിടെ ഇരുന്നു, ധൃതങ്ക പുളകുന്നതിനായിട്ട് അവിടെ കിടന്നു മടവൂര്. അവിചാരിതമായി അറിയാതെ കണ്ടതാണ്. അതെങ്ങനെയോ മടവൂര് അറിയാതെ കുളിസിയും കാണുന്നത്? ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലുള്ള കഴിഞ്ഞ കാര്യങ്ങൾ മുഴുവനും, വരാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനും, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കണ്ണിമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കുന്ന മടവൂര് എങ്ങനെ അറിയാതെ കുളിസിയും കാണുന്നത്? അവൻ ഒരു മനഃപൂർവ്വം നോക്കിയതല്ലേ? കാരണം പെണ്ണുങ്ങളൊക്കെ തൊലാക്കൊല്ലി കുറെ കാലം മുമ്പ് തൊലാക്കൊല്ലി ഉണ്ടാവല്ലോ, കൊതുകിനുമില്ലേ കൃമികടി. അവൻ മടവൂര് അറിയാതെ എങ്ങനെയോ ഇത് കുളിസിയും കാണുന്നത്? മടവൂരിന് അറിയില്ലേ? ഞാൻ ആ റോട്ടും കൂടി പോകുമ്പോ ആ ടെന്റിന്റെ ഭാഗത്ത് ലക്ഷ്മി കുളിക്കുണ്ടാണ് നോക്കാൻ പാടില്ല. മടവൂരിന് അറിയില്ലേ? എന്താ ഈ പറയണത്? മടവൂരെന്ന് കണ്ണടച്ചാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും, ആകാശങ്ങൾ കൂട്ടിമുട്ടും, ഗോളങ്ങൾ കൂട്ടിമുട്ടും, ഇവിടെ അപകടങ്ങൾ ഉണ്ടാകും. ഓരോ സെക്കൻഡിലും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ അപ്പപ്പോൾ മടവൂര് അറിയുന്നു എന്ന് പറയുന്ന മടവൂര് എങ്ങനെയാണോ ലക്ഷ്മിന്റെ കുളിസിയും കണ്ടത്? അറിയാതെ കണ്ടത്, അവിചാരിതമായിട്ട് എങ്ങനെ കണ്ടത്? മനഃപൂർവ്വം കണ്ടതല്ലത്. ഇതിനെ ന്യായീകരിക്കാം. ഇതാണ് മുരീത്. ആ മടവൂര് കുളിസിയും കണ്ട് നാട്ടിൽ കണ്ടിട്ടുണ്ടാവേ. അപ്പൊ എത്താ ചെങ്ങായി വലിയ മൂലാര ഔലിയാര നടക്കുന്ന ഉളുപ്പിൽ എനിക്ക് ചോദിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ആരെങ്കിലും. അപ്പൊ ഒരു അഭിനയം അറിയാതെ കണ്ടുപോയതാണ്, ഞാൻ എന്ത് ചെയ്യും, ആ മണ്ണെടുത്ത് എന്റെ തലയിലൊക്കെ എറിയൂ ഇറങ്ങണം ഇവിടെ കുത്തി മറിഞ്ഞ്. ഇതാണ് മുരീദ് ഷെയ്ഖ്. ഷെയ്ഖ് എന്ത് തമ്മാടിത്തം ചെയ്താലും ഇവനെപ്പോലത്തുള്ള വെള്ള മുരീദുകൾ അത് ന്യായീകരിച്ച് വെളുപ്പിച്ചു കൊടുത്തോളും. ഉളുപ്പുണ്ടതൊക്കെ പ്രസംഗിക്കാൻ സമൂഹത്തിന് മുമ്പിൽ. മടവൂര് ലോകത്ത് നടക്കണ ഓരോ സെക്കൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വരാൻ പോണ കാര്യങ്ങളും മുഴുവനും അറിയുന്നു പറയും ചെയ്യും. റോഡ് സൈഡിൽ ടെന്റ് കെട്ടി ലക്ഷ്മി കുളിക്കണ ഉപരി കണ്ടിട്ടില്ല, അറിയാതെ നോക്കിയതാണല്ലോ. കൂടുതലും കൂടെ പറയിപ്പിക്കേണ്ട നിങ്ങള്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് പല മശായിഖന്മാര്. ഓൽക്ക് ഹറാമൂല ഹലാലുല എന്ത് തോന്നിയാസം ചെയ്യാം, എന്തും ചെയ്യാം. അങ്ങനെയുള്ള മശായിഖന്മാരെ നിഷേധിക്കൽ കുഫ്റാണ്, ഒരു വട്ടൂരുമല്ല. കുഫ്ർ എന്ന് പറഞ്ഞാൽ മശായിഖന്മാരെ, അള്ളാഹു നമ്മിലേക്ക് പറഞ്ഞയച്ച ആളുകളെ നിഷേധിക്കുക എന്നതാണ്. മശായിഖന്മാരെ നിഷേധിച്ചാലും അത് തന്നെയാണ് വരിക. കേട്ടില്ലേ? അപ്പൊ ഷെയ്ഖായ കുരുവട്ടൂർ ഹാഫിദിനെ ഒരുത്തം നിശ്ചയിച്ചു. ഓൻ ഷെയ്ഖൊന്നല്ല, ഓൻ അംഗീകരിക്കാൻ പറ്റില്ല, മൗലിയൊന്നുമല്ല പറഞ്ഞാൽ കാഫറായി. അങ്ങനെ നോക്കുമ്പോ പ്രധാനപ്പെട്ട ഒരു കാഫറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, കേട്ടോളി. കുരുവട്ടൂർക്കാരൻ ഒരു ചങ്ങാതി ഹാഫിദ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നു.
എനിക്ക് പിന്നെ അസുഖമൊന്നും ആയതിന് വരില്ല. എന്തുകൊണ്ട് അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കണമെങ്കിൽ നല്ലൊരു ഉസ്താദിൽ നിന്ന് ഓതിപ്പിടിച്ച ആളാണ് നമുക്ക് വിശ്വസിക്കാം. അല്ലാത്ത ഏതുണ്ടല്ലോ കറാമത്ത് ഇങ്ങനെ ഒന്നിനു ശേഷം പറ്റുന്നതായിട്ട് ആ കറാമത്തൊന്നും ഞാൻ വിശ്വസിച്ചില്ല. എന്നെ പോലെ വിശ്വസിക്കാത്തവരുണ്ടാവും. നേരെ മറിച്ച് മുഴുവൻ ആളുകളും കേൾക്കുമ്പോഴേക്ക് അത് വിശ്വസിച്ചു എന്നല്ല, ഉള്ളതിൻ്റെ ഇരട്ടി ആദ്യം പറഞ്ഞതിൻ്റെ ഇരട്ടിയാ പിന്നെ സഹോദരങ്ങൾ, അതുപോലെ ഏറ്റവും വലിയ ഉസ്താദാണ് ഈ പറയണത് പൊന്നൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ. കുരുവട്ടൂർ ഹാഫിദ് ഞാൻ വിശ്വസിക്കൂല, എന്നെ ഒന്നും വിശ്വസിക്കാൻ കിട്ടില്ല, അവൻ്റെ കറാമത്തൊന്നും വിശ്വസിക്കാൻ കിട്ടൂല. ഞാൻ വിശ്വസിക്കണ മരിയക്ക് ഉസ്താദിൻ്റെ ഇത് കിതാബ് ഓതി പഠിക്കണമെന്ന്. അതേയാലും ബലം ചെല്ലോ. അപ്പോൾ ഉസ്താദ് കിതാബ് ഓതിയ കാലത്ത് ബാഗ്ദാദിൽ നിന്ന് മൊയ്തി ഷെയ്ഖ് കുളിച്ചിട്ട് ഇറങ്ങാണ്ട് പുതപ്പിൻ്റെ ഉള്ളിൽ പോയി കിടന്നുറങ്ങിയ ആളാണല്ലോ.